ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയും ക്ലീനിങ് തന്നെയാണ് കേട്ടോ. നമ്മൾ പൊങ്കലിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. പൊങ്കലിന് വേണ്ടിയിട്ടെന്നല്ല, മാസത്തിൽ ഒരു തവണ നമ്മളിങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറേശ്ശെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാസത്തിലൊരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യുകയാണെങ്കിൽ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കും. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒക്കേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്കതൊരു വലിയ ഭാരമായിട്ട് തോന്നത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും കുറേശ്ശെ ക്ലീൻ ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ബെഡ്റൂമാണ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഹാളും അതുപോലെ തന്നെ കിച്ചണുമാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. ഞാൻ കൊടൈക്കനാലിൽ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചെറിയ റൂം ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ക്ലീനിങ് ആണ്. പിന്നെ നമ്മുടെ Q&Aയുടെ ബാലൻസ് ക്വസ്റ്റ്യൻസും കൂടി നമുക്കിതിൽ പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് രമ്യ OS ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ 2 ക്വസ്റ്റ്യന് മാത്രമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നൈബറായ ഒരു ആൻറ്റിയെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ നൈബേഴ്സായി കോണ്ടാക്റ്റ് ഇല്ലേ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിന് തൊട്ടടുത്ത് ചേർന്നിരിക്കുന്ന വീട്ടിലെ ആൻറ്റിയാണ് കേട്ടോ. ആ ആൻറ്റി ആയിട്ടാണ് ഞങ്ങൾ കൂടുതൽ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നതും ഒക്കെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അങ്കിളും മിലിറ്ററിയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് കുറച്ച് മലയാളമൊക്കെ കുറച്ചും കൂടിയൊക്കെ മനസ്സിലാവുകയൊക്കെ ചെയ്യും. പിന്നെ തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ടെങ്കിലും ഞങ്ങളങ്ങനെ ഒരിടത്തും പോകാറുമില്ല. അവരാരും ഇങ്ങോട്ടങ്ങനെ വരാറില്ല കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലൊന്നും അല്ല, എപ്പോഴും വരവും പോക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടുകയും സഹകരിക്കുകയൊക്കെ ചെയ്യും. എല്ലാവരുമായിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും നന്നായിട്ട് ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്നതും ഈ ആൻറ്റിയായിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും ആൻറ്റിയെക്കുറിച്ച് ഞാൻ പറയുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. TVM ഓർ ചെന്നൈ യു ലൈക്ക് ദ മോസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ചെന്നൈ തന്നെയാണ് കേട്ടോ ഇഷ്ടം. നമ്മുടെ Q&Aയിലെ ഫസ്റ്റ് പാർട്ടിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എനിക്ക് ചെന്നൈ തന്നെയാണ് ഇഷ്ടം ട്രിവാൻഡ്രത്തെക്കാളും. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെന്നൈയിൽ ഫ്രണ്ട്സ് ഉണ്ടോ എന്നാണ്. ചെന്നൈയിൽ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല കേട്ടോ. എനിക്ക് ആരുമായിട്ടും ഞാൻ ഒരു ഫ്രണ്ട്ഷിപ്പും വെക്കാറില്ല അങ്ങനെ. പ്രത്യേകിച്ച് ചെന്നൈയിൽ എനിക്ക് ആരും തന്നെ ഫ്രണ്ട്സൊന്നും ഇല്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ കസിൻസൊക്കെ ഇവിടെ ഉണ്ട്. എന്തെങ്കിലും ഒക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പോകും എന്നുള്ളതല്ലാതെ കൂടുതലായിട്ട് ഫ്രണ്ട്ഷിപ്പൊന്നും ഞാൻ ആരുമായിട്ടും വെച്ചിട്ടില്ല കേട്ടോ. ആരുമായിട്ടും എനിക്കൊരു ഫ്രണ്ട്ഷിപ്പും ഇല്ല ചെന്നൈയിൽ. അടുത്ത് 6th ക്വസ്റ്റ്യൻ, സ്കൂൾ ഓർ കോളേജ് വിച്ച് ലൈഫ് യു മിസ് ദ മോസ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ കോളേജ് ലൈഫ് തന്നെയാണ് കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ മെമ്മറീസ് ഉള്ളതും എനിക്ക് എന്നിലൊരു ചേഞ്ച് ഉണ്ടായതും ഒക്കെ ആ ഒരു കോളേജ് ലൈഫിലാണ്. എന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതും ഞാൻ എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുകയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് കോളേജ് ലൈഫ് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കോളേജ് ലൈഫ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകയും ചെയ്യും കേട്ടോ. കാരണം നമ്മൾ വിമൻസിലാണ് പഠിച്ചതൊക്കെ. അപ്പോൾ ഈ ചോദിച്ചേക്കുന്ന രമ്യയും നമ്മളൊക്കെ ഒരു കോളേജ് മേറ്റ്സാണ്, ക്ലാസ്മേറ്റ്സാണ്. അപ്പോൾ അതുകൊണ്ട് അറിയാലോ, വിമൻസും കൂടി ആയതുകൊണ്ട് നമ്മളുടെ ഒരു ലോകം തന്നെ ആയിരുന്നു ആ ഒരു കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കുറേ പാഠങ്ങൾ പഠിക്കാൻ പറ്റി, കുറേ തിരിച്ചറിവുകളും അതുപോലെ നമ്മളെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏജും കൂടെ ആണല്ലോ. നമുക്ക് കുറച്ചും കൂടിയൊക്കെ പക്വത വരുന്നൊരു ടൈമും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് കോളേജ് ലൈഫ് എനിക്ക് എപ്പോഴും മിസ് ചെയ്യാറുണ്ട്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈവ് റെക്കോർഡിംഗ് പ്രതീക്ഷിക്കാമോ എന്നാണ്. ലൈവ് റെക്കോർഡിംഗ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര മടിയല്ല, എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല കേട്ടോ. എനിക്ക് ക്യാമറയെ ഫേസ് ചെയ്ത് സംസാരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പളനി വ്ളോഗിൽ തന്നെ ഹസ്ബൻഡ് സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ അന്നും ഞാനിങ്ങനെ ക്യാമറ അതായത് ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് സംസാരിക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ അല്ലല്ലേ കാര്യങ്ങളൊക്കെ. അതെനിക്കും അറിയില്ല ഫ്യൂച്ചറിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല കേട്ടോ ലൈവ് സംസാരിക്കാനായിട്ട്. അടുത്തത് ഹോം ടൂർ ഉടനെ കാണുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ഹോം ടൂറിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചിരുന്നു മുന്നേയും. നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻസിൽ. അപ്പോൾ ഹോം ടൂർ ചെയ്യുന്നതിന് കുറച്ചൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കാരണം താഴെ അനിയനും വൈഫും അച്ഛനും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ഇത് നമ്മൾ മാനിക്കണമല്ലോ. അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായം കൂടിയൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കും ഒരു പ്രൈവസി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഉടനെ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്കും അത് അറിയില്ല.
എങ്ങനെയാണെന്നുള്ളത് അത് ഒരു പെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കിടക്കുവാണ് നമ്മളുടെ ചാനലിൽ. എപ്പോഴെങ്കിലും ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രയാണ് രമ്യ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ പറഞ്ഞു എന്നാണ് കേട്ടോ വിശ്വസിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സൂര്യ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ അവൾ 5 ക്വസ്റ്റ്യനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി ചെയ്യണം എന്ന ആഗ്രഹമുള്ള വീഡിയോ എന്തേലും ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. എനിക്ക് ഇനി അങ്ങനെ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അതായത് മാക്സിമം നമ്മുടെ ഹോം മേക്കേഴ്സിനെ അല്ലെങ്കിൽ വീട്ടമ്മമാരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യണം എന്നെനിക്കില്ല കേട്ടോ. പിന്നെ ഹോം ടൂറിൻ്റെ വീഡിയോ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാഹചര്യം എല്ലാം ഒത്തു വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അടുത്തെന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആതിരയുടെ അംബീഷൻ എന്താണ് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. എൻ്റെ അംബീഷൻ എന്ന് പറയുന്നത് എൻ്റെ ശബ്ദം അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ മറ്റൊരാളുടെ മോട്ടിവേഷനായി അല്ലെങ്കിൽ ഞാനൊരാളെ ഇൻസ്പയർ ചെയ്തു എന്ന് കേൾക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. അതെൻ്റെ ഒരു അംബീഷനാണ്. നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവുക എന്ന് മാത്രമല്ല, എൻ്റെ പ്രവൃത്തിയും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. ഞാൻ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാനും അങ്ങനെ മോട്ടിവേഷൻ പറയുന്നതിനോടൊപ്പം തന്നെ ഞാനും എൻ്റെ ലൈഫിൽ അത് പ്രൂവ് ചെയ്ത് കാണിക്കണ്ടേ. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഞാൻ കാരണം മറ്റൊരാളിനും വേദന ഉണ്ടാവാതെ അല്ലെങ്കിൽ ഒരാളിനെ എൻ്റെ വാക്കുകൾ കൊണ്ട് ആശ്വാസം പകരണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു അംബീഷനാണ് കേട്ടോ. അതായത് നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അംബീഷൻ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യൂട്യൂബ് കൊണ്ട് ലൈഫിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ എനിക്ക് വന്ന ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നല്ല മാറ്റങ്ങൾ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, എനിക്ക് ഭയങ്കരമായിട്ട് ബിസി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം അതായത് വീട്ടിലെ പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കലും അതൊക്കെ ഒരു വലിയ ജോലി തന്നെയാണ്. നമ്മൾ നിസ്സാര അല്ല ഇതൊക്കെ എന്ന് പറയുന്നത്. ഏതൊരു ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. മാക്സിമം നമ്മൾ എഫേർട്ട് ഇടണം. അപ്പോൾ അതുകൊണ്ട് എനിക്കെപ്പോഴും ബിസി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് ഞാൻ കണ്ടെത്തിയ ഏറ്റവും വലിയൊരു മെറിറ്റ് എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ കുറേ സമയം ഈ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മൈഗ്രെയിനും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ എൻ്റെ ഹെൽത്തിനെ അത് കുറേയധികം ബാധിച്ചിരുന്നു. അപ്പോൾ അതെനിക്കൊരു വലിയ ഡീമെറിറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്നോട് ഹസ്ബൻഡ് നന്നായിട്ട് റെസ്റ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കാണെങ്കിൽ മാക്സിമം നിങ്ങളോട് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടല്ലോ, നമ്മുടെ വീഡിയോസ് വീക്ക്ലി 3 days വരും എന്നുള്ളത്. അപ്പോൾ കറക്റ്റ് 12:30 തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ആ വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന 1-2 പേരെങ്കിലും ഉണ്ടാവും കേട്ടോ. അതെന്തായാലും എനിക്ക് ഉറപ്പാണ്. ഞാൻ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിലും എന്നോട് കമൻറ്റിൽ ചോദിക്കുന്ന 1-2 പേരുണ്ട്. അപ്പോൾ അവരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരാളെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസ് കറക്റ്റായിട്ട് എടുത്ത് ഡെയിലി ഇങ്ങനെ എഡിറ്റിങ്ങിന് ഇരിക്കുമായിരുന്നു കേട്ടോ. കുറേ ലേറ്റ് നൈറ്റൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത് റെസ്റ്റ് എടുത്ത് ചെയ്യണം, കുറേശ്ശെ ചെയ്യണമെന്ന്. അങ്ങനെ ഞാനിപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു വീഡിയോ തന്നെ 4-5 ദിവസമൊക്കെ കൊണ്ടാണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ ലേറ്റായിട്ട് വരുന്നത് കേട്ടോ. മിക്കവാറും നമ്മുടെ സെലിബ്രേഷൻ വീഡിയോസൊക്കെ ഒരുപാട് ലേറ്റായിട്ടായിരിക്കുള്ളൂ നമ്മുടെ ചാനലിലൊക്കെ വരുന്നത്. അത് ഈ എഡിറ്റിങ്ങിന് ടൈം എടുക്കുന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ മെറിറ്റും ഇതേ കാര്യം തന്നെയാണ്. പിന്നെയെന്ന് പറയുന്നത്, എന്തായാലും നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും കുറേ നെഗറ്റീവായിട്ടുള്ള കമൻസുകളും കാര്യങ്ങളെല്ലാം വരുമല്ലോ. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറാവണം. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നെഗറ്റീവ് കമൻസ് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ അങ്ങോട്ട് വിഷമിക്കുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ ഈ സുഹൃത്ത് സൂര്യ തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അഞ്ജു, അവരൊക്കെയാണ് എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നതും അതൊക്കെ അങ്ങ് വിട്ട് കളയണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വീണ്ടും എന്നെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുന്നത് ഇവരൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഡീമെറിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നെഗറ്റീവ് കമൻസ് വരുന്ന സമയത്ത് എനിക്കൊരു വിഷമം ഉണ്ടാവുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. നമ്മൾ എന്ത് കാര്യവും ഫേസ് ചെയ്യണമല്ലോ. അതിനുള്ളൊരു മൈൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ അത് എനിക്ക് ശരിക്കും ഈ ഒരു യൂട്യൂബിൽ നിന്നാണ് അത് കുറച്ചും കൂടി ബോൾഡായിട്ട് കാര്യങ്ങൾ എനിക്ക് എടുക്കാനായിട്ടുള്ളൊരു ഇത് വന്നതെന്ന് തോന്നുന്നു.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ മെറിറ്റും ഡീമെറിറ്റ്സൊക്കെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് 4ാമത്തെ ക്വസ്റ്റ്യനാണ്, യൂട്യൂബ് ജേണിയിൽ മറക്കാൻ പറ്റാത്ത മൊമെൻറ്റ്സ് ഏതാണെന്ന്. യൂട്യൂബ് ജേണിയിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. കാരണം നമ്മൾ അത്രയും കാത്തിരുന്ന് നമുക്ക് കിട്ടുന്നതാണ്. അത്രയും ജെനുവിനായിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. ആത്മാർത്ഥമായിട്ട് കമൻ്റ് ഇടുന്ന കുറേ നല്ല സുഹൃത്തുക്കളെ നമുക്ക് കിട്ടിയില്ലേ, അതൊക്കെ തന്നെയാണ്. പിന്നെയെന്ന് പറയുന്നത് കുറേ നല്ല നല്ല കമൻറ്റ്സ് വായിക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പിന്നെയെന്ന് പറയുന്നത് കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്നൊരു സമയത്താണ് കേട്ടോ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നത്. അത് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചത് എൻ്റെ ഹസ്ബൻഡും കൂടിയാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എനിക്കൊരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം കൂടി സാധിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എനിക്കൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണത്. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യനാണ്, ഫ്യൂച്ചറിൽ കേരളത്തിലോട്ട് സെറ്റിൽഡ് ആകണമെന്ന ആഗ്രഹമുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എൻ്റെ വീട്ടുകാർ പോലും എന്നോട് എപ്പോഴും പറയുന്നതാണ് കേട്ടോ. കാരണം എനിക്കെപ്പോഴും ചെന്നൈയിൽ നിൽക്കണം, ചെന്നൈ എന്നുള്ളൊരു വിചാരം മാത്രമാണുള്ളത്. അപ്പോൾ എന്നോട് എപ്പോഴും അച്ഛനും അമ്മയൊക്കെ പറയും കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരണം അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇപ്പോൾ എന്തായാലും എനിക്കങ്ങനെ നാട്ടിലോട്ട് പോകണമെന്നോ അവിടെ സെറ്റിൽ ആവണമെന്നോ ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് ചെന്നൈ തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിവിടെ ജീവിക്കാനാണ് ഇഷ്ടം. പിന്നെ ഫ്യൂച്ചറൊന്നും നമ്മുടെ കയ്യിലല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും മറ്റൊന്നായിരിക്കും ദൈവം നമുക്ക് വേണ്ടിയിട്ട് വിധിച്ച് വെച്ചേക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സൂര്യ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാത്തിനും ആൻസർ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഞാൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ധന്യ PS ആണ്. എപ്പോഴും എനിക്ക് കമൻ്റ് ഇടുന്നൊരു കുട്ടിയാണ്. എപ്പോഴും നന്നായിട്ട് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും എല്ലാ വീഡിയോയ്ക്കും വന്നിട്ട് ഒരു വീഡിയോ പോലും മിസ് ചെയ്യാറില്ല. അത്രയ്ക്കും നല്ല സപ്പോർട്ട് തരുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരി ഒരു 6 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആതിരയുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പിനെസ് ഉണ്ടായ 3 കാര്യങ്ങൾ പറയാമോ എന്ന്. എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ 3 കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് +2 ഞാൻ ജയിക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ CBSE സ്റ്റേറ്റ് സിലബസിൽ നിന്ന് നേരെ CBSEയിലോട്ട് പോയൊരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാസ്സാവുമെന്ന് കൂടി എനിക്കറിയത്തില്ലായിരുന്നു. ഭയങ്കര ടഫായിരുന്നു എക്സാമൊക്കെ. പക്ഷേ എനിക്ക് അതിലൊരു എബോവ് 50% മാർക്ക്, ഒരു എബൌട്ട് 60%ഓളം മാർക്ക് എനിക്ക് എടുക്കാനായിട്ട് പറ്റി. അതെനിക്കൊരു ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും ഹാപ്പിനെസ് ഉള്ള ഒരു മൊമെൻ്റാണ്. രണ്ടാമത്തത്, എനിക്ക് ചെന്നൈയിൽ നിന്ന് പ്രൊപ്പോസൽ വന്നത്. അതെനിക്ക് ഞാൻ എക്സ്പെക്റ്റ് പോലും ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് 1-2 ആലോചനകൾ ഇങ്ങനെ വന്നപ്പോഴെല്ലാം കൂടുതലും പുറത്തുനിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്, ബാംഗ്ലൂരിൽ നിന്നും കോയമ്പത്തൂർ, ചെന്നൈയിൽ നിന്നൊക്കെ. പക്ഷെ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് ചെന്നൈയിൽ നിന്ന് ഒരു പ്രൊപ്പോസൽ വന്ന് ഇത് ഉറപ്പിച്ചപ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു ഹാപ്പിനെസ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്താഗ്രഹിച്ചാലും പ്രപഞ്ചം നമുക്ക് നടത്തി തരുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അങ്ങനെ ഒരു മൊമെൻറ്റ്. അപ്പോൾ എനിക്കിപ്പോഴും അത് അത്ഭുതമാണ്. അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തേ ഇല്ല കേട്ടോ. ഞാൻ ഉള്ളിൽ എപ്പോഴും ആഗ്രഹിച്ചൊരു കാര്യമാണ് നടന്നത്. പിന്നെയെന്ന് പറയുന്നത്, 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് നമ്മുടെ മകളുണ്ടായൊരു മൊമെൻ്റാണ്. ആമി ജനിച്ച ആ ഒരു ടൈമാണ്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെൻ്റാണ് കേട്ടോ. അത് ഇപ്പോൾ ഈ 3 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിനെസ് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതേപോലെ ഏറ്റവും സങ്കടവും ഉണ്ടായ 3 കാര്യങ്ങൾ പറയാമോ എന്നാണ് ചോദിക്കുന്നത്. സങ്കടം ഉണ്ടായ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് എനിക്ക് സങ്കടം ഉണ്ടായ കാര്യങ്ങളൊക്കെ കുറച്ച് കാലം മുമ്പ് വരെ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാനത് പേപ്പറിൽ അങ്ങോട്ട് എഴുതി കളഞ്ഞിട്ട് പേപ്പർ അങ്ങോട്ട് കത്തിച്ച് കളഞ്ഞു. അതോടുകൂടി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു വിഷമം, ആ ഒരു ഭയങ്കരമായിട്ട് ആഴത്തിൽ പതിഞ്ഞൊരു സങ്കടം ഞാനത് മറന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മനസ്സിൽ ഇപ്പോഴും കൊണ്ട് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മുടെ ഈ ചാനലിൽ അതും പറയുന്നില്ല. കാരണം അത് എല്ലാവർക്കും ചിലപ്പോൾ എൻ്റെ സങ്കടം മറ്റുള്ളവർക്കും ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ അപ്പോൾ എന്തായാലും എൻ്റെ ഉള്ളിൽ ആ ഒരു ഭാരം അടങ്ങിയത് ഞാനത് കത്തിച്ച് കളഞ്ഞ സമയത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മുടെ ചാനലിൽ അതിപ്പോൾ പറയുന്നില്ല. വേറൊന്നും വിചാരിക്കരുത് കേട്ടോ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിനി വേണ്ട, അതുകൊണ്ടാണ്. അടുത്തതെന്ന് പറയുന്നത് 3ാമത്തെ ക്വസ്റ്റ്യനാണ്. ആതിരയുടെ വീഡിയോയിൽ കൂടുതലും അച്ഛനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അച്ഛൻ എത്രമാത്രം ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ്. അന്ന് എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴത്തേക്കും ഇല്ലേ ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ മനസ്സിൽ തട്ടിയെന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. കാരണം എൻ്റെ അച്ഛനെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഇമോഷണലാവും. എനിക്ക് അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ.
കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം എനിക്കത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയായിരിക്കണം എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ അച്ഛനിങ്ങനെ, അതായത് മറ്റുള്ളവരോട് തുറന്നു പറയാൻ പോലും പറ്റാത്ത അത്ര വിങ്ങിപ്പൊട്ടുന്നൊരവസ്ഥയിലൊക്കെ ജീവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അച്ഛൻ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന്. ഇമോഷണലി ഒരാളിനെ അതായത് സപ്പോർട്ട് ചെയ്യാൻ ആരും ചുറ്റിനും ഇല്ലാതിരിക്കുന്നൊരു സിറ്റുവേഷനില്ലേ, അതൊരു ഭയങ്കര ഒരു മോശം സിറ്റുവേഷനാണ് കേട്ടോ. അത് കൂടെ നിൽക്കുന്ന ആരും മനസ്സിലാക്കാതെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ വരത്തില്ല. അതൊക്കെ എൻ്റെ അച്ഛൻ വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് സത്യം. എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ ആത്മഹത്യ ചെയ്യാറില്ലേ, അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛനൊക്കെ എത്രയോ തവണ ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയാറുണ്ട് കേട്ടോ. അത്രയ്ക്കും അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛനും അച്ഛൻ്റെ സഹോദരിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ ജീവിതം തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ, എത്രമാത്രമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എനിക്ക് അളവില്ലാതെ പറഞ്ഞ് അറിയിക്കാനായിട്ട് അത്രയ്ക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ കുഞ്ഞിലേ മുതലേ ഞാൻ കേട്ട് വളർന്നത് കൊണ്ടായിരിക്കണം ഇത്രയ്ക്കും ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നത്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു സക്സസ്ഫുൾ ഹോം മേക്കറായിട്ടാണ് ആതിരയെ ഞാൻ കാണുന്നത്. ആതിരയുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആതിര എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ് ആസ് എ ഹോം മേക്കർ? ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എനിക്കിനി ഇതിൽ കൂടുതൽ വേറൊന്നും വേണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളെ ഒരാൾ അംഗീകരിച്ചു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്തെന്ന് പറയുന്നത്, നമ്മളെന്താണോ അത് നമ്മളായിട്ട് വേറൊരാൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യം എനിക്ക് എന്തായാലും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആസ് എ ഹോം മേക്കർ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ താങ്ക്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഒരാൾ നമ്മളെ സക്സസ്ഫുള്ളായി എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡാണല്ലോ. എനിക്കിനി ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അത്രയ്ക്കും ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഹോം മേക്കറായിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ അല്ലാന്ന് നമ്മൾ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണല്ലേ, അത് നമ്മളെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ ആവത്തില്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ എന്താണോ അതിൽ നമ്മൾ സക്സസ് ആണെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുക കേട്ടോ. നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ വിശ്വസിക്കുകയേ ചെയ്യാവുള്ളൂ. നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ നമ്മൾ മോശമാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ ശരി, പ്രത്യേകിച്ച് വീട്ടമ്മമാർ, ഞാൻ ഒരു വീട്ടമ്മയായി പോയല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നത് ഏറ്റവും പാടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഹോം മേക്കറായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കാരണം കുറേ സാക്രിഫൈസസ് ആണ്, കുറേ കാര്യങ്ങൾ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ മാറ്റി വെച്ചിട്ടാണ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ ഹോം മേക്കറായിട്ട്. നമ്മൾ പുറത്ത് പോയി ജോലിക്ക് പോകുമോ, അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിലൊരു ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒന്നും എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹോം മേക്കറായിട്ട് ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ളൊരു കാര്യം കൂടിയാണ്. പുറത്ത് പോയി ജോലിയും ചെയ്ത് വീട്ടിലെ പണികളും കൂടി നോക്കുന്ന വീട്ടമ്മമാരെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റും കൂടിയാണ് കേട്ടോ. കാരണം നമ്മളെപ്പോലെയല്ല, അവർക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. വീട്ടിലെ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും, നമുക്ക് ചുറ്റുമുള്ള എത്രയോ പേരാണല്ലേ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ അവരെയും നമ്മൾ ഈ ഒരു സമയത്ത് സല്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഹോം മേക്കറായിട്ടിരിക്കുന്നതിൽ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ ആതിരയുടെ 3 ചാനലും കണ്ടിട്ടുള്ള ആളാണ്. ആതിരയുടെ ഓരോ വീഡിയോയിലും വരുന്ന ഗ്രോത്ത് ഗ്രാജുവലി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരിക്കും ഈ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എത്രമാത്രം മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് യൂസ്ഫുൾ ആയിട്ടുണ്ട്? അങ്ങനെ എന്തെങ്കിലും സജഷൻസ് വന്നിട്ടുണ്ടോ യൂട്യൂബ് വീഡിയോസിൽ ചേഞ്ചസ് കൊണ്ടുവരണമെന്ന്? ശരിയാണ്, ഈ പുള്ളിക്കാരി എന്നെ ഫസ്റ്റ് ചാനൽ മുതലേ കാണുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എന്നിലുണ്ടായ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ നിരീക്ഷിച്ചിരിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത്. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരുടെ ഒപ്പീനിയൻസ് ഞാൻ തീർച്ചയായിട്ടും
കേൾക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചേഞ്ചസ് മാക്സിമം വരുത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു നല്ലൊരു സുഹൃത്തായിരുന്നു ശില്പ എന്ന് പറയും, ഞങ്ങളുടെ കോളേജ് മേറ്റാണ്, കോളേജിൽ ക്ലാസ്മേറ്റാണ്. പുള്ളിക്കാരിയാണ് എന്നോട് പറഞ്ഞത്, നീ കുറച്ചും കൂടി ലൈവായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയും നന്നായിരുന്നേനെന്ന്. അപ്പോൾ അവളുടെ ആ ഒരു വാക്കുകളാണ് പിന്നീട് ഞാൻ എൻ്റെ സംസാരത്തിൽ പോലും ഒരു മാറ്റം കൊണ്ടുവരുത്താനായിട്ട് ശ്രമിച്ചത് കേട്ടോ. അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഒപ്പീനിയൻ നമുക്ക് നല്ലതിനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് എനിക്കിതുവരേക്കും ഗുണം തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെയെന്ന് പറയുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്, ആതിരയുടെ മോസ്റ്റ് ഫേവറേറ്റ് ഫുഡ്, കളർ, പ്ലേസ് ഇതൊക്കെ മെൻഷൻ ചെയ്യാമോ എന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡെന്ന് പറയുന്നത് നാടൻ ഭക്ഷണങ്ങളാണ് കേട്ടോ. നമ്മുടെ ചോറും കറികളും കേരള ഫുഡാണ് എനിക്കിഷ്ടം. തമിഴ്നാട് ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളർ എന്ന് പറയുന്നത് പിങ്ക് കളറാണ് കേട്ടോ. പിങ്ക്, വയലറ്റ്, ലാവൻഡർ കളറൊക്കെ ഇല്ലേ, അങ്ങനത്തെ കളറൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ പ്ലേസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്ലേസ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഊട്ടി, കൊടൈക്കനാൽ, സ്വിറ്റ്സർലാൻഡ് അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പ്രകൃതി രമണീയമായ പച്ചപ്പും ഹരിതാഭയൊക്കെ നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഇത്രയാണ് ധന്യ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ Q&Aയിൽ എല്ലാവരും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു Q&A വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറ്റാത്തവർ അപ്പോൾ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം നീതു ഇതുപോലെ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു, ഈ Q&A പോസ്റ്റ് കണ്ടിരുന്നു, പക്ഷേ മെസ്സേജ് അയക്കാൻ വിട്ടുപോയി. അപ്പോൾ എന്തായാലും അടുത്ത പോസ്റ്റിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻസൊക്കെ അടുത്ത Q&Aയിൽ ചോദിക്കാം. അല്ലെങ്കിൽ Q&A വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വ്ളോഗ്സൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഞാൻ ആൻസർ തരും. അപ്പോൾ എന്തായാലും ഈ ഒരു Q&A സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. 3 പാർട്ടായിട്ട് വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് തീർക്കാം, ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞ് തീർക്കാമെന്നാണ് കരുതിയത്. എന്തായാലും നമ്മുടെ ഈ ഒരു Q&A തീരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.